നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനത്തിൽ ഒന്നാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് മദ്യവിൽപ്പന. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വിഷയത്തിൽ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടായത്. അതായത് മദ്യ കുപ്പികൾ പലതും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വലിയ മലിനീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞ കുപ്പികൾ തിരികെ നൽകുകയാണെങ്കിൽ 20 രൂപ നൽകും എന്ന തരത്തിലൊരു തീരുമാനമുണ്ടായിരുന്നു. ആ ഒരു തീരുമാനം എങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ എടുക്കുന്നത്, ഉപഭോക്താക്കൾ അത് ഏത് രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. വളരെ നല്ല രീതിയിലാണ് ഈ ഒരു പദ്ധതി ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും പലപ്പോഴും എന്തൊരു വിഷയം ഉണ്ടാകുമ്പോഴും അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുമുണ്ട്. അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് പലരും ഒരു കുപ്പി സാധാരണ രീതിയിൽ വാങ്ങുന്നതിനേക്കാൾ 20 രൂപ അധികമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം കൊടുക്കേണ്ടി വരുന്നത്. ആ 20 രൂപ ലാഭിക്കാൻ വേണ്ടി പല ആളുകളും ഈ പറയുന്നത് പോലെ ഇവിടെ നിന്ന് സാധനം വാങ്ങുന്നു. അതിനുശേഷം തൊട്ടടുത്ത സ്ഥലങ്ങളിൽ മറ്റൊരു കുപ്പിയിലേക്ക്, സാധാരണ കുപ്പിയിലേക്ക് ഈ മദ്യം ഒഴിച്ച് ഈ കാലി കുപ്പി തിരികെ അപ്പോൾ തന്നെ തിരികെ കൊണ്ട് നൽകി പണം തിരികെ വാങ്ങുന്ന രീതിയിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ചില ആളുകൾ ഇതൊരു പദ്ധതിയാണ്, അതിനെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റു പലരും ഇതിനെ ഒരു അവസരമായിട്ടും മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ പല ആളുകളുടെയും കയ്യിൽ നിറയെ കുപ്പികളാണ്. അതായത് അവരപ്പോൾ വാങ്ങിച്ച അല്ലെങ്കിൽ ഇതിനു മുമ്പ് വാങ്ങിയതിനേക്കാൾ ഒരുപാട് കുപ്പികളുമായിട്ടാണ് അവർ വരുന്നത്. ഒരു പക്ഷേ പുതിയൊരു കുപ്പി വാങ്ങാനുള്ള പണം പോലും ഇത്തരത്തിൽ കുപ്പി ഇവിടെ നിന്ന് തിരികെ നൽകുമ്പോൾ, കുപ്പികൾ ശേഖരിച്ച് തിരികെ നൽകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും നമ്മുടെ നാടിനെ ശുചിത്വത്തെയൊക്കെ സംബന്ധിച്ച്, മലിനീകരണത്തെയൊക്കെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ബെക്കോയിലെ ഈ മദ്യ കുപ്പികളുടെ തിരികെ വാങ്ങുന്ന സമ്പ്രദായം. 20 രൂപ നിരക്കിലാണ് ഈ ഒഴിഞ്ഞ കുപ്പികൾ ഇവിടെ വാങ്ങുന്നത്. ഒരു ദിവസം തന്നെ പ്രതീക്ഷിച്ചതിലധികം കുപ്പികൾ എത്തുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കുറെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ. ഇപ്പൊ 3 കൗണ്ടർ ഇപ്പൊ നിലവിൽ ഒരാള് അപ്പോയിന്റ്മെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ എത്തിയിട്ടില്ല. നമ്മൾ കുടുംബശ്രീ എന്നൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്റ്റാഫുകൾ തന്നെയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 കളക്ട് ചെയ്യുന്നുണ്ട്. പദ്ധതി നല്ലൊരു രീതിയാണ്. കാരണം മാലിന്യത്തിന്റെ ഒരു പരിധിയിൽ കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഇത് നിലവില് ബില്ലിങ്ങിന്റെ പുറത്ത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനും പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ സെപ്പറേറ്റ് ബില്ലിംഗ് ആണ് വരുന്നത്. അപ്പം റഷ് ഹവേഴ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നു. അത് മാറ്റുമെന്നാണ് നമ്മുടെ CMD പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ലിന്റെ കൂടെ തന്നെ അത് വരികയാണെങ്കിൽ നമുക്ക് ഈ സെപ്പറേറ്റ് ബില്ല് എഴുതുന്നത് അങ്ങനെയുള്ള കുറച്ച് മാൻ പവർ കുറയും, ജീവനക്കാർക്ക് കുറച്ചുകൂടി സൗകര്യം കുറയും. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വരുമ്പോഴത്തേക്കും ഇതില് പൈലറ്റ് പദ്ധതിയാണല്ലോ, ഇതിന്റെ മാറ്റങ്ങളെല്ലാം നോക്കിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സിന്റെ പ്രതികരണം എങ്ങനെ ഉണ്ടാവും ഊഹിക്കാമല്ലോ. അത്തരത്തിലുള്ള പ്രതികരണം നല്ലതെന്ന് പറയുന്നവരുണ്ട്, മോശമായി പറയുന്നവരുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് കൊണ്ടിട്ട് അവര് ഗ്രാജുവലി ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ തിരിച്ചു കൊണ്ടുവരുന്ന കേട്ടു. അതൊക്കെ ഉണ്ട്. അതിപ്പോ ഇവിടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തൊട്ടടുത്ത് തന്നെ ബോട്ടിലേക്ക് പകർത്തുകയോ കുടിക്കുകയൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നോർമൽ പ്രൈസിനേക്കാൾ 20 രൂപ അധികം വാങ്ങുന്നുണ്ട്. ആ റിട്ടേൺ വരുമ്പോഴത്തേക്കായി 20 രൂപ തിരികെ കൊടുക്കുന്നു. അല്ല, ഇവിടെ പ്രീമിയത്തിൽ കുറവാണ്. പറയാൻ ചെയ്യാതെ സർക്കാർ നമ്മളെ Guys,